ഹായ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ലാംഗ്വേജ് ആണ് എല്ലാവർക്കും അല്ലേ? വളരെ നൈസാണ്. പക്ഷെ ചില വാക്കുകൾ ഇംഗ്ലീഷിലുള്ള ചില വേർഡ്സ് കേൾക്കുമ്പോൾ നമുക്കൊരു വിയർഡ്നെസ്സും തോന്നും. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ദേ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ വേർഡ്. ദിസ് ഈസ് ദ ലോങ്സ്റ്റ് വേർഡ് ഇൻ ദ ഇംഗ്ലീഷ് ഡിക്ഷണറി. ഇംഗ്ലീഷ് ഡിക്ഷണറിയിലെ ഏറ്റവും വലിയ വാക്കായിട്ടാണ് ഇത് പറയപ്പെടുന്നത്. ഇതൊരു ആക്ച്വലി ഒരു ലങ് ഡിസീസ് ആണ്. ഇത് സിലിക്ക ഡസ്റ്റ് വോൾക്കനോ പോലത്തെ എന്നുള്ള സിലിക്ക ഡസ്റ്റ് ഇൻഹെയിൽ ചെയ്ത് വരുന്ന ഒരു ഡിസീസ് ആയിട്ടാണ് പറയുന്നത്. അതിനാണ് ഇത്രയും വലിയൊരു വേർഡ്. നമ്മൾ മലയാളികളായതുകൊണ്ട് നമുക്ക് ഇത്രയും വലിയ കടുകട്ടി വാക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ടും അറിയാത്തത് കൊണ്ടും നമുക്കിതൊരു വിയർഡ്നെസ് നമുക്ക് കേൾക്കുമ്പോൾ തോന്നും, വളരെ ഫണ്ണി ആയിട്ട് തോന്നും. എനിക്ക് ആദ്യം കേട്ടപ്പോൾ വളരെ ഫണ്ണി ആയിട്ടാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഒരു വീഡിയോ ആക്കി നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് ഞാൻ ആദ്യം സ്ലോലി പ്രൊനൗൺസ് ചെയ്യും. ഓക്കെ, പിന്നെ ഫാസ്റ്റായിട്ട് പറയാം. ഓക്കെ, ഇതൊരു ഫണ്ണായിട്ട് എടുക്കുക കേട്ടോ. ഇതൊരു ടങ് ട്വിസ്റ്റർ ആയിട്ട് എടുക്കുക, ഒരു ഫണ്ണായിട്ട് എടുക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് ആദ്യം ഞാൻ വളരെ പതിയെ സ്ലോലി ഞാൻ പ്രൊനൗൺസ് ചെയ്ത് കാണിക്കാം. ന്യൂമണോൾട്ര മൈക്രോസ്കോപ്പിക് സിലിക്കേവോകേനോകോനയാസിസ്. പലരും കേട്ടിട്ട് ചിരിക്കുന്നുണ്ടാവും. ഇങ്ങനെ തന്നെയാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ന്യൂമണോൾട്ര മൈക്രോസ്കോപ്പിക് സിലിക്കേവോകേനോകോനയാസിസ്. ഓക്കെ, ഇനി സ്പീഡിൽ പറയാം. ന്യൂമണോൾട്ര മൈക്രോസ്കോപ്പിക് സിലിക്കേവോകേനോകോനയാസിസ്. ന്യൂമണോൾട്ര മൈക്രോസ്കോപ്പിക് സിലിക്കേവോകേനോകോനയാസിസ്. ഓക്കെ, ഇതിൽ തെറ്റില്ല കേട്ടോ, ഇങ്ങനെ തന്നെയാണ് അത് പറയുന്നത്. അപ്പോൾ ഇത് ഞാനൊരു തമാശ രൂപത്തിൽ പറഞ്ഞത്, ഇതൊരു ടങ് ട്വിസ്റ്റർ ആയിട്ട് എടുത്ത് നിങ്ങൾ ഇതൊന്ന് പറയാൻ ശ്രമിക്കുക. ഇത് ജസ്റ്റ് ഒന്ന് സ്പീഡിൽ ഒന്ന് പറഞ്ഞു നോക്കുക. ഗെയിമായിട്ട് മാത്രം കാണുക, ഇതൊരു ഫണ്ണായിട്ട് മാത്രം കാണുക. ഇതുപോലുള്ള കുഞ്ഞറിവുകളും കുഞ്ഞു തമാശകളും ഒക്കെ ആയിട്ട് ഇനി നമുക്ക് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.